നമ്മൾ ഒരുമിച്ച് ജീവിച്ച വീടാണത്. അവിടെ ഒന്നുകൂടി കാലുകുത്താം. പിന്നെ സുചിത്രമോളെ കാണാലോ. അത് കഴിഞ്ഞാലുടൻ നമുക്ക് ഒരുമിച്ച് പുറത്തു പോണം. അതിന് മാറ്റമൊന്നും ഉണ്ടാവരുത്. ഒരു മാറ്റവും ഇല്ല. ഞാൻ എന്റെ ചന്ദ്രുവിന്റെ വരവും കാത്തിരിക്കുക. പെട്ടെന്ന് വരണം. ഓക്കേ? ഓക്കെ, ഞാനിപ്പോഴേ റെഡി. ആ മീനാക്ഷി, മോളെ, ഫോൺ തന്ന് സഹായിക്കാന്ന് കരുതിയതും വിനയായോ മോളെ? വല്ലാതെ ബോറടിച്ച മോളെ? എന്റെ ബോറടി ഇവിടെ നിക്കട്ടെ. ചന്ദ്രികാമ്മയുടെ സാഹിത്യവും പൊട്ടിച്ചിരിയൊക്കെ അത് കേട്ടല്ലോ. എന്റെ ഫോണിൽ കൂടി രണ്ടുപേരും കുറെ റൊമാൻസ് അങ്ങ് ചെലവാക്കി. ഒന്ന് പോടി. അല്ല, അമ്മയെ കൊണ്ട് പുറത്തു പോവാൻ അച്ഛൻ എന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? വരുന്നില്ലേ? ഇല്ല, എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പ്രകാശൻ വരും. വീട്ടിൽ ചെന്നിട്ട് ഞാനും മാധവേട്ടനും കൂടെ പുറത്തു പോകും. ആയിക്കോട്ടെ, അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ. അതെ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കുറച്ച് ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം കേട്ടോ. അമ്മയോടാണോ അച്ഛൻ സംസാരിച്ചത്? അതേ മോളെ. അമ്മ എന്താ പറയുന്നത്? ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതും പ്രതീക്ഷിച്ച് ചന്ദ്രു കാത്തിരിക്കുകയായിരുന്നു. ഹരിതയുടെ വീട്ടിലേക്കുള്ള എന്റെ പോക്ക് പ്രകാശ് തടഞ്ഞൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. ചന്ദ്രുവിന്റെ ഫോൺ കേടായിട്ട് അതൊന്ന് ശരിയാക്കി കൊടുത്തതുപോലും ഇല്ല. അവിടെ എന്തൊക്കെയോ പന്തികേടുകളുണ്ട് മോളെ. അച്ഛനും അമ്മയും കണ്ടുമുട്ടി ആ ദിവസത്തിന്റെ ഓർമ്മകള് എല്ലാ വർഷവും ആഘോഷിച്ചിരുന്നത് കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നുകൊണ്ടല്ലേ? ഇത്തവണ അതുമില്ലല്ലോ. എന്നാ വിവാഹ വാർഷിക ആഘോഷിച്ചത് റിസോർട്ടിൽ വെച്ചായിരുന്നു. ഓർമ്മയില്ലേ അച്ഛന്? ഓർമ്മയുണ്ട്. അന്ന് ആഘോഷത്തിൽ പങ്കെടുക്കാൻ വർഷമോളുണ്ടായിരുന്നല്ലോ. ഇന്ന് അവളും ഇല്ല. ആരോരും അറിയാതെ ഈ ഒരു ദിനം കടന്നു പോകട്ടെ എന്നാ കരുതിയത്. പക്ഷേ ഒരു നിമിഷമെങ്കിലും ചന്ദ്രുവിന് ഒരു ചേഞ്ച് വേണമല്ലോ എന്നോർത്താ ഒരു ഔട്ടിങ്ങിന് തയ്യാറായത്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ചന്ദ്രുവിനെയും കൂട്ടി പ്രകാശൻ ഇപ്പോഴിങ്ങെത്തും. ചന്ദ്രുവിന് കൊടുക്കാൻ ഞാനൊരു ഗിഫ്റ്റും വാങ്ങി ഉടനെ എത്തിയേക്കാം. അച്ഛനെ ഹരിതയുടെ വീട്ടിലേക്ക് വിടാതെ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പ്രകാശേട്ടൻ തീരുമാനിച്ചതില് എന്തോ ദുരൂഹതയുണ്ട്. ഈശ്വര, ഒരു ഭാഗത്ത് സ്നേഹിച്ച് കൊതി തീരാത്ത അച്ഛനും അമ്മയും, മറുഭാഗത്ത് സ്നേഹത്തിന് ലാഭനഷ്ടത്തിന്റെ കണക്ക് വെക്കുന്ന പ്രകാശേട്ടൻ.